അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റൗണ്ട് ഓഫ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഒരു നമ്പർ തന്നിട്ട് റൗണ്ട് ഓഫ് അപ് ടു 2 ഡിജിറ്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ റൗണ്ട് ഓഫ് അപ് ടു 3 ഡിജിറ്റ്, റൗണ്ട് ഓഫ് അപ് ടു 4 ഡിജിറ്റ്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കാം. അതായത് ഫസ്റ്റത്തെ എക്സാമ്പിളിൽ റൗണ്ട് ഓഫ് അപ് ടു 2 ഡിജിറ്റ്. ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത് 1.247 ഈ നമ്പർ തന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് റൗണ്ട് ഓഫ് അപ് ടു 2 ഡിജിറ്റ്. അപ്പോൾ 2 ഡിജിറ്റ് ആയതുകൊണ്ട് ഈ 2 ഡിജിറ്റ് നമ്മൾ നോക്കാം. ഈ 2 ഡിജിറ്റിന് ശേഷം അടുത്ത നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ 5നേക്കാൾ കൂടുതലാണോ 5നേക്കാൾ കുറവാണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ 4 എന്ന് പറഞ്ഞത് 5നേക്കാൾ കുറവായതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല, ഈ നമ്പർ അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി, 1.2. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റൗണ്ട് ഓഫ് അപ് ടു 2 ഡിജിറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ 2.49. അപ്പോൾ ഇവിടെയും 2 ഡിജിറ്റ് വരെയാണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ നമ്മൾ 2 നമ്പർ റൈറ്റ് ഇട്ടു. ഇനി അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ നമ്പർ എന്ന് പറഞ്ഞത് 5നേക്കാൾ കൂടുതലാണ്. ഇവിടെ നമ്മൾ 5നേക്കാൾ കുറവായതുകൊണ്ടാണ് ഈ 1.2 എടുത്തെഴുതിയത്. എന്നാൽ 9 എന്ന് പറഞ്ഞത് 5നേക്കാൾ കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ നമ്പറിൻ്റെ കൂടെ +1 ആഡ് ചെയ്യണം. അതായത് 2.4 + 1. അപ്പോൾ എത്ര വരും? 2.5. നേരിട്ട് എഴുതിയാലും മതി, ഞാനിവിടെ കാട്ടി തന്നുള്ളൂ. 2.5 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഇത് നമ്മൾ റൗണ്ട് ഓഫ് അപ് ടു 2 ഡിജിറ്റ് വരെ നോക്കിയത്. ഇനി നോക്കി റൗണ്ട് ഓഫ് അപ് ടു 3 ഡിജിറ്റ്. 2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിൽ 3 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ അതേ മറ്റ് 2 ഡിജിറ്റ് പഠിച്ച പോലെ തന്നെ 3 ഡിജിറ്റ് വരുമ്പോൾ 3 എണ്ണത്തിൻ്റെ മേലിൽ മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്പർ നോക്കാം, അത് 5നേക്കാൾ കൂടുതലാണോ കുറവാണോ നോക്കാം. ഈ നമ്പർ എന്ന് പറയുന്നത് 5നേക്കാൾ കുറവായതുകൊണ്ട്, 1 എന്ന് പറയുന്നത് 5നേക്കാൾ കുറവായതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 2.43. ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കിയേ, ഇതും 3 ഡിജിറ്റാണ് പറഞ്ഞേക്കുന്നത്. ഈ 3 ഡിജിറ്റ് ആദ്യത്തെ 3 എണ്ണം ടിക്ക് ചെയ്യുക. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. ഈ 9 എന്ന് പറയുന്നത് 5നേക്കാൾ കൂടുതലായതുകൊണ്ട് 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അതായത് ആൻസർ എന്ന് പറയുന്നത് 2.44. ഈ 3ൻ്റെ കൂടെ +1 ചെയ്യുമ്പോൾ നമുക്ക് 2.44 എന്ന് ആൻസർ കിട്ടും. ഇത്രയും നേരം നമ്മൾ 5നേക്കാൾ കൂടുതലും 5നേക്കാൾ കുറവുള്ള നമ്പേഴ്സ് നോക്കിയിരുന്നത്. എന്നാൽ ഇവിടെ നോക്കി 5 വരാണെങ്കിൽ റൗണ്ട് ഓഫ് അപ് ടു 2 ഡിജിറ്റ്, അത് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു നമ്പർ തന്നിട്ടുണ്ട്. പക്ഷേ 2.75 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 5 ആണ് അവിടെ വരുന്നത്. രണ്ടിലും ഈക്വൽ ടു 5 ആണ്. അങ്ങനെ വരുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. 2.75 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ഡിജിറ്റ്, ഇതിന് ശേഷം 5നേക്കാൾ കൂടുതൽ 5നേക്കാൾ കുറവെന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്നാൽ ഈക്വൽ ടു 5 വരുമ്പോൾ ഈ 5ൻ്റെ തൊട്ടിപ്പുറത്തെ ഈ നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ നോക്കണം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞ 7 എന്ന് പറഞ്ഞത് ഒറ്റ സംഖ്യകളാണ്, അതായത് ഓഡ് നമ്പറാണ് അല്ലേ. 7 എന്ന് പറഞ്ഞത് ഓഡ് നമ്പറാണ്. അപ്പോൾ ഈ 7ൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യണം. ഈസ് ഈക്വൽ ടു 2.8 എന്ന് ആൻസർ കിട്ടും. 7ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2.8. ഇനി ഇതേപോലെ തന്നെ ഇവിടെ നോക്കുക. റൗണ്ട് ഓഫ് അപ് ടു 2 ഡിജിറ്റ്, 2 നമ്പറിൻ്റെ മേലെ റൈറ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 5 ആയതുകൊണ്ട് ഈ 5ൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്, അതായത് ഇരട്ട സംഖ്യയാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, 2.6 തന്നെയാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ 5 വരുമ്പോൾ 5ൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ ഓടാണോ ഈവണാണോ നോക്കണം. ഓടാണെങ്കിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. ഇവിടെ ആണെങ്കിൽ ഈവൺ നമ്പർ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. റൗണ്ട് ഓഫ് ദ ഫോളോയിങ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 23.35 അപ് ടു 3 ഡിജിറ്റ്. അപ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് റൈറ്റ് ഇട്ടതിന് ശേഷം 5 ഈക്വൽ ടു 5 ആണോ 5നേക്കാൾ കൂടുതലാണോ 5നേക്കാൾ കുറവാണോ. അപ്പോൾ 23.35നെ 3 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 ടിക്കറ്റ് കൊടുക്കുക. തൊട്ടപ്പുറത്തെ നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ടു 5 ആണ്. 5 വരുമ്പോൾ തൊട്ടിപ്പുറത്തെ നമ്പർ ഈവൺ ആണോ ഓഡാണോ നോക്കണം. ഇതെന്ന് പറഞ്ഞത് ഒരു ഓഡ് നമ്പറാണ്, ഇത് ഒറ്റ സംഖ്യയാണ്. സോ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. 23.3യുടെ കൂടെ ഈ 3യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 23.4 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 143.45 അപ് ടു 4 ഡിജിറ്റ്, 4 ഡിജിറ്റ് വരെ. 143.45 4 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 1 2 3 4.
അപ്പോൾ ഇതെന്ന് പറഞ്ഞത് അടുത്ത നമ്പർ എന്ന് പറഞ്ഞത് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ തൊട്ടിപ്പുറത്തെ നമ്പർ എന്ന് പറഞ്ഞത് ഇവിടെ 4 എന്ന് പറഞ്ഞത് ഇരട്ട സംഖ്യയാണ്, അഥവാ ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ വരുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട, അതങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. 143.4 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 219.67 അപ് ടു 3 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 219.67 എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 നമ്പർ. ഇനി ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ നമ്പർ എന്ന് പറയുന്നത് 5നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? 9ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ 219 + 1 എത്ര കിട്ടും? 220 എന്ന് ആൻസർ കിട്ടും. 5നേക്കാൾ കൂടുതലാണെങ്കിൽ തൊട്ടിപ്പുറത്തെ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 1 ആഡ് ചെയ്യുമ്പോൾ 1 + 9 10, ബാലൻസ് വന്നു 1 + 1 2, 220 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 26.325 × 10⁻⁻4 അപ് ടു 4 ഡിജിറ്റ്. അപ്പോൾ ആദ്യം തന്നെ ഈ നമ്പർ എടുത്ത് എഴുതുക. 26.325 × 10⁻⁻4. 4 ഡിജിറ്റ് വന്നതുകൊണ്ട് 1 2 3 4. ഈ 2ൻ്റെ തൊട്ടിപ്പുറത്ത് എന്ന് പറഞ്ഞത് ഈക്വൽ ടു 5 ആണ്. സോ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈക്വൽ ടു 5 ആയതുകൊണ്ട് ഈ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഡാണോ ഈവൺ ആണോ എന്ന്. അപ്പോൾ 2 എന്ന് പറയുന്നത് ഈവൺ ആയതുകൊണ്ട് ഇതിനൊന്നും ചെയ്യണ്ട. 26.32 ബാക്കി ഇൻറ്റു 10⁻⁻4 എന്ന് ആൻസർ കിട്ടും. ഈ 10⁻⁻4 എടുത്ത് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.